സംസ്ഥാനത്ത് അൾട്രാ വയലറ്റ് സൂചിക ഉയരുകയാണ്. ഇന്ന് 4 ജില്ലകൾക്ക് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, മലപ്പുറം ജില്ലകളിലാണ് ഉയർന്ന UV ഇൻഡെക്സ് മുന്നറിയിപ്പുള്ളത്. അതേസമയം 9 ജില്ലകൾക്ക് യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇവരുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുകയാണ്. പ്രശാന്ത്, ഈ വേനൽ മഴ ലഭിക്കുമ്പോഴും ഈ അൾട്രാവയലറ്റ് രശ്മികളുടെ രൂക്ഷത വർദ്ധിക്കുന്നു എന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ എത്രത്തോളം ജാഗ്രതാ മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്? KP സംസ്ഥാനത്ത് വേനൽ മഴ ശക്തമാകുന്ന സാഹചര്യമുണ്ട്. വിവിധ ജില്ലകളിൽ മഴ ശക്തമാണ്. മഴ ശക്തമാകുമ്പോഴും അൾട്രാ വയലറ്റ് സൂചിക UV ഇൻഡെക്സ് ഉയർന്നു നിൽക്കുന്നു എന്നാണ് ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ വിവരങ്ങൾ ലഭിക്കുന്നത്. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന വിവരങ്ങൾ കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, മലപ്പുറം ജില്ലകൾ, ഈ 3 ജില്ലകളിലാണ് ഉയർന്ന അൾട്രാ വയലറ്റ് സൂചിക ലഭ്യമായിട്ടുള്ളത്. അത് കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കരയിലാണ് ഏറ്റവും കൂടുതൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. കൊട്ടാരക്കര 9, അതോടൊപ്പം തന്നെ പത്തനംതിട്ടയിൽ കോന്നിയിൽ 10, ആലപ്പുഴ ചെങ്ങന്നൂരിൽ 8, മലപ്പുറം പൊന്നാനിയിൽ 8 എന്നിങ്ങനെയാണ് ഉയർന്ന സൂചിക രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ ഇത്തരത്തിൽ, അതായത് ഈ ഉയർന്ന സൂചിക ഇന്ന് ഉച്ചയ്ക്ക് 1 മണി വരെയാണ് ഇതിൻ്റെ ഈ തീവ്രത രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇത്തരത്തിൽ ശക്തമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ, ഉയർന്ന സൂചിക രേഖപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായാൽ നേത്രരോഗമടക്കമുള്ള രോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. മാത്രമല്ല, തൊലിപ്പുറത്തുള്ള രോഗങ്ങൾ, ത്വക്ക് രോഗങ്ങളടക്കം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും നൽകുന്ന മുന്നറിയിപ്പ്. വേനൽ മഴ ശക്തമാകുമ്പോഴും ഇത്തരത്തിൽ ഈ UV ഇൻഡെക്സ് ഉയർന്നു നിൽക്കുന്നത് കടുത്ത ആശങ്കയ്ക്ക് കാരണമാകുന്നുണ്ട്. എന്തായാലും സംസ്ഥാനത്ത് മഴ ശക്തമാകുമെന്ന ഉള്ള മുന്നറിയിപ്പുകൾ കൂടി ഈ സമയം വരുന്നുണ്ട്. വിവിധ ജില്ലകൾക്ക് അതിശക്ത മഴ മുന്നറിയിപ്പായിട്ടുള്ള യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ന് സംസ്ഥാനത്ത് 9 ജില്ലകൾക്കാണ് ഇത്തരത്തിൽ മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. 40 കിലോമീറ്റർ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പിൽ പറയുന്നുണ്ട്. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശ്ശൂർ, കോഴിക്കോട് എന്നിങ്ങനെ 9 ജില്ലകൾക്കാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. നാളെ 7 ജില്ലകൾക്ക് യെല്ലോ അലർട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റന്നാൾ 4 ജില്ലകൾക്കും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്തായാലും വരുന്ന ദിവസങ്ങളിൽ, അതായത് വരുന്ന 2 ദിവസം കൂടി മഴ ശക്തമാകുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പിൽ പറയുന്നത്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ കാറ്റിനും, അതായത് 40 കിലോമീറ്റർ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നുണ്ട്. എന്തായാലും മഴ ശക്തമാകുന്ന ഒരു സാഹചര്യം സംസ്ഥാനത്ത് നിൽക്കുന്നുണ്ട്. ഈ മഴ ശക്തമാകുമ്പോഴും ആശങ്ക എന്ന് പറയുന്നത് ഏതാനും ജില്ലകളിലെങ്കിലും ഉയർന്ന അൾട്രാവയലറ്റ് സൂചിക ഉയർന്നു നിൽക്കുന്നത് തന്നെയാണ്. കാരണം ഇപ്പോഴും ഈ 4 ജില്ലകൾക്ക്, നേരത്തെ പറഞ്ഞ 4 ജില്ലകൾക്ക് ഇത്തരത്തിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതോടൊപ്പം തന്നെ അവിടെ മുന്നറിയിപ്പുകൾ കൂടി നൽകിയിട്ടുണ്ട്. ഇത്തരത്തിൽ ശരീരത്തിൽ സൂര്യപ്രകാശം ഏൽക്കാതെ ശ്രദ്ധിക്കണമെന്നതടക്കമുള്ള കാര്യങ്ങൾ, അതായത് ഈ പുറംപണിയിൽ ഏർപ്പെടുന്നവർ, മത്സ്യബന്ധനത്തിന് പോകുന്നവർ, മറ്റ് ജോലികൾ ചെയ്യുന്നവർ, അടക്കം വിനോദസഞ്ചാര മേഖലയിൽ അടക്കം വരുന്നവർ, ഈ പറയുന്ന ആളുകളെല്ലാവരും, മാത്രമല്ല ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുള്ളവർ, ഇമ്മ്യൂണിറ്റി പവർ കുറഞ്ഞവർ അടക്കമുള്ളവർ ഇത്തരത്തിൽ ഈ സമയങ്ങളിൽ, ഈ ഉയർന്ന സൂചിക ഉയർന്നു നിൽക്കുന്ന 10 മണി മുതൽ 3 മണി വരെയുള്ള സമയങ്ങളിൽ, പകൽ, ആ സമയങ്ങളിൽ പ്രശാന്ത് പറഞ്ഞതുപോലെ തന്നെ മഴ ചിലയിടങ്ങളിൽ ശക്തമാകുന്നു. ഒറ്റപ്പെട്ട വേനൽ മഴ പെയ്യുന്നു. വരും ദിവസങ്ങളിൽ മഴ കൂടുതൽ ശക്തിയാർജിക്കുമെന്നുള്ള മുന്നറിയിപ്പ് നൽകുന്നു. അതേസമയം തന്നെ ഈ സൂര്യരശ്മികൾ നേരിട്ട് ഏൽക്കുന്ന തരത്തിലുള്ള ഇടപെടലുകൾ ഒഴിവാക്കണം എന്നുള്ള മുന്നറിയിപ്പും ഇതോടൊപ്പമുണ്ട്. പ്രശാന്ത് ശങ്കരമംഗലത്താണ് വിവരങ്ങൾ നൽകിയത്.